വെൽക്കം ടു വീണാസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നാടൻ വട്ടയില അടയാണ്. വട്ടയിലയുടെ മണവും തേങ്ങയുടെ മധുരവും ചേർന്ന് ഈ പരമ്പരാഗത പലഹാരം വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഗോതമ്പ് മാവാണ് എടുത്തേക്കുന്നത്, ആശീർവാദിൻ്റെ ഗോതമ്പ് മാവാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു ഇങ്ങനെ കുഴച്ച് കൊടുക്കണം. പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. ഇതേപോലെ നല്ല രീതിയിൽ കുഴച്ച് കൊടുക്കുക. കൈ ഉപയോഗിച്ച് നല്ല രീതിയിൽ കുഴച്ച് കൊടുക്കുക. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിൻ്റെ കൂട്ട് തന്നെ നല്ല രീതിയിൽ കുഴച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ കുഴച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. കുറച്ച് ശർക്കരയാണ് എടുക്കുന്നത്. ഇതേപോലെ ചിരകി എടുക്കുക. ചിലവരാണെങ്കിൽ ഇതിൻ്റെ പാനി എടുക്കും. ഞാനിത് ജസ്റ്റ് ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏലക്കയും കൂടെ ഇട്ട് ഇത് മൂന്നും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഏലക്കയുടെ സ്വാദൊക്കെ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഏലക്ക സ്കിപ്പ് ചെയ്യുക. ഞങ്ങൾക്ക് ഇവിടെ ഏലക്കയുടെ സ്വാദൊക്കെ ഇഷ്ടമാണ്. പിന്നെ വട്ടയിലയിൽ നമ്മൾ ആ മാവ് ഇങ്ങനെ നല്ല രീതിയിൽ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് തേക്കാൻ പറ്റത്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇങ്ങനെ ചെറിയ രീതിയിൽ എല്ലായിടത്തും പരത്തിയിട്ട് ഇനി ആ മിക്സ് ഇതിലോട്ട് എല്ലായിടത്തും പരത്തി വെക്കുക. എല്ലായിടത്തും പരത്തി വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കി ഇഡ്ഡലി കുട്ടകത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 6-7 വട്ടയില ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-20 മിനിറ്റ് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ വട്ടയില റെഡിയായിട്ടിരിക്കുന്ന അടിപൊളി രുചിയാണ്. ഇങ്ങനൊരു നാടൻ രുചി വീണ്ടും വീണ്ടും കഴിക്കണമെന്നേ തോന്നും. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായം കമൻറ്റായി പറയാനും മറക്കല്ലേ.